നമസ്കാരം, ആരോ വിഷനിലേക്ക് സ്വാഗതം. എന്നും തീവ്രവാദികളെ സഹായിക്കുന്ന, തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന, അതിലുപരി തീവ്രവാദികൾക്ക് ആയുധങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെ എന്ത് പടക്കോപ്പുകളും രഹസ്യമായും പരസ്യമായും എത്തിച്ചു നൽകിക്കൊണ്ട് ലോകത്തിന് തന്നെ ഒരു ഭീഷണിയായി നേരിട്ട് യുദ്ധമുഖത്തിറങ്ങാതെ പുറകിൽ നിന്നും തീവ്രവാദ രാഷ്ട്രങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് തുർക്കി. തുർക്കി പലപ്പോഴും ഇന്ത്യക്കിട്ട് പണിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ശക്തമായ രീതിയിൽ ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള നമ്മുടെ നരേന്ദ്രമോദിയുടെ മറുപടിയും തുർക്കിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയെ ചതിപ്രയോഗത്തിലൂടെ എന്ന് വേണം പറയാൻ, ഇന്ത്യയെ വീണ്ടും അടിയിലൂടെ ഒരു താങ്ങിയിരിക്കുകയാണ് നമ്മുടെ തുർക്കി. ഇതിനെ ശക്തമായ മറുപടി ഇന്ത്യൻ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. തുർക്കി അത് കാത്തിരിക്കട്ടെ. അമേരിക്കയിൽ നിന്ന് അരിസോണയിൽ നിന്നുള്ള വിമാനം നമ്മുടെ കരസേനയ്ക്ക് ആവശ്യമായ പുതിയ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്ക് വിമാനമാണ്. ആ വിമാനത്തിന് തുർക്കി അവരുടെ വ്യോമപാത നിഷേധിച്ചു. കാരണം US നിന്ന് തുർക്കിയുടെ വ്യോമപാത വഴിയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ വ്യോമപാതയാണ് തുർക്കി നിഷേധിച്ചത്. അതിനെ തുടർന്ന് UK മടങ്ങിയ വിമാനം അവിടെ ഇറങ്ങി കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയും ഇന്ധനം നിറച്ച ശേഷം ആ വിമാനം തിരിച്ച് ഇത് നടക്കില്ല എന്ന് കണ്ട്, അതായത് തുർക്കി അയയുന്ന ലക്ഷണമില്ലെന്നും വ്യോമപാത നിഷേധിച്ചിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് മാറ്റുന്നില്ലെന്നും കണ്ട് ആ വിമാനം UK നിന്നും ഇന്ധനം നിറച്ച ശേഷം നേരെ US മടങ്ങി. നമ്മുടെ സൈന്യത്തിന് വളരെ കരുത്തു പകരുന്ന ഒരു ആക്രമണ ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ. ഏകദേശം 600 മില്യണിൽ പരം US ഡോളറിന്റെ ഒരു വലിയ കരാറാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അപ്പാച്ചെ ഒരു കര ആക്രമണ ഹെലികോപ്റ്ററാണ്. കര ആക്രമണ ദൗത്യങ്ങൾക്ക് ഹെലികോപ്റ്ററുകൾക്ക് പകരം കര ആക്രമണ യുദ്ധവിമാനങ്ങളായിരുന്നു ഇന്ത്യ ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ വ്യോമസേനയ്ക്ക് 90 ജാഗൂറുകളും അതുപോലെ 42 MiG-27 വിമാനങ്ങളുമാണ്. ഇവയാണ് നമ്മൾ പ്രധാനമായും കര ആക്രമണങ്ങൾക്ക് ഭാരതം ഉപയോഗിച്ചു വന്നത്. എന്നാൽ ഈ അപ്പാച്ചെ വരുന്നതോടുകൂടി, അതായത് അപ്പാച്ചെ അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ കൂടി നമ്മുടെ സേനയിൽ എത്തുമ്പോൾ നമ്മുടെ ആക്രമണങ്ങൾക്ക്, പ്രത്യേകിച്ച് കര ആക്രമണങ്ങൾക്ക് കുറച്ചുകൂടി ദൃഢത പകരാനും ശക്തി പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു സാധ്യത മനസ്സിലാക്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കി, ഇപ്പോഴൊന്നല്ല, പാകിസ്ഥാനുമായിട്ട് എന്നും പാകിസ്ഥാനെ തന്നെയാണ് തുർക്കി അനുകൂലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയും ഡൽഹിയിലെ ചാവേറല്ല ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമായി പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കേസിലും പാകിസ്ഥാനും ഇന്ത്യയുമായി ഇങ്ങനെ ഏത് നിമിഷവും ഇന്ത്യ പാകിസ്ഥാനെ അടിക്കും, തിരിച്ചടി ഉണ്ടാകും എന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തിരിച്ചടിക്ക് വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുന്ന വേളയിലായതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത തുർക്കി ഇപ്പോൾ നമ്മുടെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇങ്ങെത്താതിരിക്കാൻ വേണ്ടി അവരൊരു ശ്രമം നടത്തിയത്. അതിന് സാരമല്ല, മറ്റൊരു വ്യോമപാത അല്ലെങ്കിൽ മറ്റു വഴികളിൽ കൂടെ, മറ്റു രാജ്യങ്ങളുടെ അതിർത്തികളിലൂടെ അല്പം ചുറ്റിയിട്ടായാലും അതിവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു തീരുമാനം ഇന്ത്യയെ അമ്പരപ്പിച്ചിട്ടില്ല. കാരണം തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഇതുതന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാലോ, ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച 700-ൽ പരം, 1000-ഓളം എന്ന് പറയാം. കാരണം ഓരോ ദിവസവും 300-400 ഡ്രോണുകളാണ് അതിർത്തി കടന്ന് വരാൻ ശ്രമിച്ചത്. അവയെല്ലാം നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈലും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു. മുഴുവൻ ഒരെണ്ണം പോലും അകത്ത് കയറാതെ 1-2 മാത്രമാണ് അകത്ത് വീണത്. അത് വലിയ കുഴപ്പങ്ങളില്ലാതെ പോയി. ബാക്കിയെല്ലാം നമ്മൾ അടിച്ച് നിരത്തിയിടുകയാണ് ഉണ്ടായത്. പക്ഷെ അതെല്ലാം പരിശോധിച്ചപ്പോഴാണ് അത് മുഴുവൻ തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു. ഇന്ത്യ തിരിച്ചടിക്കുമെന്നൊരു ഘട്ടം എത്തിയപ്പോൾ എത്രയോ കണ്ടെയ്നറാണ് കയറ്റി വിട്ടത് നമ്മുടെ ഡ്രോണുകൾ തുർക്കിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക്. അങ്ങനെ പാകിസ്ഥാനെ സഹായിച്ച രാജ്യമാണ് തുർക്കി. മാത്രമല്ല, ഈ നമ്മുടെ ഇപ്പോൾ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറസ്റ്റ് ചെയ്ത അൽ ഫലാഹ് ഹോസ്പിറ്റൽ, നമ്മുടെ ഫരീദാബാദിലെ, അവിടുത്തെ ഡോക്ടർമാർ 6-7 പേരോളം ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇതിൽ നമ്മുടെ മരിച്ചുപോയ ഉമർ മുഹമ്മദ് അല്ലെങ്കിൽ ഉമർ നബി എന്ന് വിളിക്കുന്ന ഉമർ മുഹമ്മദ്, കാർ ഓടിച്ച ചാവേർ, ഉമർ ഉൾപ്പെടെയുള്ള ഭീകരവാദികൾ നിരന്തരമായി തുർക്കിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിനും മാത്രമല്ല ഇവരിൽ പലരും തുർക്കിയിൽ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നതിനുള്ള തെളിവുകളും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് NIAക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുർക്കിയിലാണ് ഇതിൻ്റെ എല്ലാ ആസൂത്രണത്തിൻ്റെ ഒരു ഭാഗം നടന്നത് തുർക്കിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തുർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു ഭീകരവാദി, കൊടും തീവ്രവാദിയാണ്
അങ്ങനെയാണ് ഇവർക്ക് ഉക്കാസ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഒരു പേരിൽ ഒരു ഉടായിപ്പ് പേരാണത്. ആ ഒരു വ്യാജ പേരിൽ അറിയപ്പെട്ടിരുന്ന മറ്റേതോ ഇവരുടെ കോഡ് ഭാഷയാണ്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ടിരുന്ന ഉക്കാസയാണ് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ബാക്കിയെല്ലാം ബോംബ് എങ്ങനെ ഉണ്ടാക്കണം എന്നുവരെ ഉള്ള നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും ബാക്കിയെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ ഈ ആക്രമണത്തെ ഏകോപിപ്പിച്ചതല്ല, മാത്രമല്ല ഈ ആക്രമണം സംഘടിപ്പിക്കുന്നതിൽ തുർക്കിയുടെ പങ്കും വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് തുർക്കി ഇപ്പോൾ ഈ ആക്രമണ ഹെലികോപ്റ്ററുകളെ ഇങ്ങോട്ട് കടത്തിവിടാതിരിക്കാനുള്ള ശ്രമം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇതുപോലെ വന്ന ഡ്രോണുകൾ അത്രയും തുർക്കിയുടേതായിരുന്നു. അതിനകത്തോട് നമ്മൾ എന്ത് ചെയ്തു? ഉടൻ തന്നെ നമ്മുടെ വിവിധ രാജ്യത്തെ ഇന്ത്യയിൽ വിവിധ എയർപോർട്ടുകളിൽ കാർഗോ സെക്ഷനിൽ കാർഗോ ഏജന്റുമാരുമായും അതുപോലെ തന്നെ ഏജൻസായും അവിടുത്തെ ജോലിക്കാരായും ഒക്കെ ഒരുപാട് തുർക്കികളുണ്ടായിരുന്നു. നമ്മുടെ വിവിധ എയർപോർട്ടുകളിൽ തുർക്കിയിൽ നിന്നുള്ള കമ്പനികൾക്ക് കാർഗോ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പൂട്ടിക്കെട്ടി എല്ലാ തുർക്കിക്കാരെയും ഒറ്റ രാത്രിക്ക് രാത്രി ഇവിടുന്ന് പാലായനം ചെയ്ത് അയപ്പിക്കാൻ നമ്മുടെ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അങ്ങനെ ശക്തമായ തിരിച്ചടിയാണ് അന്ന് കൊടുത്തത്. അതിലെത്രയോ കോടിക്കണക്കിന് രൂപയാണ് തുർക്കിക്ക് നഷ്ടം. അതുപോലെ തന്നെ ഇനിയും ഇതിനുള്ള ശക്തമായ മറുപടി എന്തായാലും ഭാരതം ഇതിന് ആക്രമണമല്ല, നയതന്ത്രപരമായോ അല്ലെങ്കിൽ ഭാരതത്തിന് ചില നിലപാടുകളിലൂടെയോ തുർക്കിക്ക് ശക്തമായ അവരെ ഏറ്റവും വേദനിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് തീരാ നഷ്ടം വരുന്ന നിലപാട് ഭാരതം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.